ഞാനപ്പോ വേറൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഇതെല്ലാം കൂടെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു? അതൊരു ചോദ്യമാ. ഈ വണ്ടി കുറവായതുകൊണ്ട് ചിലവർക്ക് അറിയത്തില്ല ഇത് ഏത് വണ്ടിയാ, ഏത് കമ്പനിയുടെ വണ്ടിയാന്ന് അറിയത്തില്ല. അവർ വണ്ടി സ്ലോ ചെയ്തിട്ട് പലവട്ടം പോകുന്ന സമയത്ത് കൈ അയച്ച് വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇങ്ങനെ കൈ അയച്ച് സ്റ്റോപ്പ് ചെയ്ത് അവർ വണ്ടിക്ക് നോക്കണം. കുറെ പേർക്ക് ഭയങ്കര ക്രൈസ് ഒക്കെ ഉണ്ട്. ജാക്കറ്റ് ആയിട്ട് കൊണ്ടുപോയിട്ട് ആ പുള്ളിക്കാരൻ്റെ ഒരു ആക്സിഡന്റ് ആയി, വണ്ടി ഇങ്ങനെ ടോട്ടൽ ലോസ്റ്റ് ആയി പോയി. ടോട്ടൽ ലോസ്. ഞാൻ ജസ്റ്റ് വണ്ടി കണ്ടിട്ടേ ഉള്ളൂ, പക്ഷെ ഞാൻ ഇതുവരെ ഓട്ടിച്ചിട്ടില്ല. നമ്മൾ വാങ്ങിയ വണ്ടിയാണ്, നമ്മൾ വാങ്ങി ഫുൾ പേയ്മെന്റ് കൊടുത്ത് വാങ്ങിയ വണ്ടിയാ, പക്ഷെ ഞാൻ ഇതുവരെ ഓട്ടിച്ചു പോലും നോക്കിയില്ല. എനിക്കിപ്പോ ഇതില് ഇത്ര ഇഷ്ടമുള്ള വണ്ടിയിൽ എനിക്ക് H2 H2 നമ്മുടെ കൊല്ലത്തെ നിരത്തിൽ ഉടനെ തന്നെ നമുക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്ന് നോക്കാം. ഇനി കമ്പനി വല്ല അപ്ഗ്രേഡ് ചെയ്ത് വേറെ നല്ല വല്ല ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് എടുക്കുമായിരിക്കും. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഗാഡി ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എല്ലാ വീഡിയോയിലും പുതിയ തരത്തിലുള്ള കണ്ടന്റുകളാണ് നമ്മുടെ ചാനൽ വഴി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഒരു വാഹനമാണ് ഇന്ന് നമുക്കൊപ്പം ഉള്ളത്. ഈ വാഹനം മറ്റൊന്നുമല്ല, ഡ്യുക്കാറ്റിയുടെ ഡയവൽ എന്ന് അറിയപ്പെടുന്ന ഒരു മോൺസ്റ്റർ ക്രൂയിസർ ബൈക്കാണ് നമുക്കൊപ്പം ഉള്ളത്. ഈ വാഹനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കാർബൺ എഡിഷൻ എന്നറിയപ്പെടുന്ന ഒരു എഡിഷനാണ്. ഈ വാഹനത്തിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗാഡി ടോക്സിലേക്ക് സ്വാഗതം. ഈ വാഹനം നമ്മുടെ കൊല്ലത്തെ ഒട്ടുമിക്ക ആൾക്കാർക്കിടയിലും അറിയാൻ പറ്റുന്ന, പ്രദീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാൻ ചാൻസ് ഇല്ല, പ്രദീപ് റൈഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാർക്കിടയിലും അറിയാൻ ചാൻസ് ഉള്ള ഒരു വ്യക്തിയുടെ വാഹനമാണ്. പുള്ളി പുതുതായിട്ട് ഏകദേശം ഒരു 6 മാസം മുമ്പ് വാങ്ങിയ വാഹനമാണ് നമുക്കൊപ്പം കാണുന്ന ഈ ഒരു ഭീകര മുതലെന്ന് പറയുന്നത്. ഇതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രൂയിസർ ബൈക്ക് എന്നതിലുപരി നമുക്കൊരു സ്പോർട്സ് ബൈക്ക് എന്നുള്ള രീതിയിൽ പരിചയപ്പെടുത്താനാണ് എനിക്ക് താല്പര്യം. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ക്രൂയിസർ ബൈക്കിൽ കൂടുതലായിട്ട് ഉള്ള പെർഫോമൻസ് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വാഹനത്തിന്റെ വിശേഷങ്ങളും ഇതിന്റെ ഓണർഷിപ്പ് റിവ്യൂ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു വാഹനത്തിനെ പറ്റി പറയുന്നതിനേക്കാൾ കൂടുതൽ ഇതിന്റെ ഓണർ പറയുന്നതായിരിക്കും നിങ്ങൾക്കും കേൾക്കാനായിട്ട് താല്പര്യം. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ആന വണ്ടിയാണ് ഈ വണ്ടി എന്ന് പറയുന്നത്. ഈ വണ്ടി വീഡിയോയിൽ കാണുന്ന പോലെയല്ല ഇതിനെ നേരിട്ട് കാണാനായിട്ട്. അപ്പോൾ ഇതിന്റെ ഉടമസ്ഥനായിട്ടുള്ള പ്രതിവേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്. പുള്ളിയെ നമുക്ക് ഇങ്ങോട്ടൊന്ന് വിളിച്ചിട്ട്, പുള്ളിയുടെ ഇപ്പോൾ ഒരു ഏകദേശം ഒരു 6 മാസമായിട്ട് പുള്ളി ഈ ഒരു വാഹനം യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പും ഇതിന് ശേഷവും പല സൂപ്പർ ബൈക്കുകളും പുള്ളി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ വാഹനങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ, ഈ വണ്ടി വാങ്ങിയിട്ട് എന്തൊക്കെയുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഇതുമായിട്ട് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള ആൾക്കാരുടെ പബ്ലിക് റിയാക്ഷൻസ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പുള്ളിയോട് ചോദിക്കുന്നത്. അപ്പോൾ പുള്ളി നമ്മുടെ കൂടെ ഉണ്ട്. പുള്ളിയെ നമുക്ക് ഇങ്ങോട്ടേക്ക് വിളിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഭീകര വാഹനത്തിന്റെ ഉടമസ്ഥനായിട്ടുള്ള പ്രദീപ് എന്ന് പറയുന്ന ചേട്ടൻ. പുള്ളിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് തിരക്കാം. പ്രദീപ് ഏട്ടാ, ഇപ്പോൾ കറന്റ് എന്ത് ചെയ്യുന്നു? ഈ ബിസിനസ്സാണ്. കൊല്ലത്ത് തന്നെ ബിസിനസ് ചെയ്യുന്നു. ഞാൻ ഈ വണ്ടിയെ പറ്റി ചോദിക്കുന്നതിന് മുമ്പായിട്ട് വേറെ ഒരു 2-3 കാര്യങ്ങൾ ചോദിക്കാം. ഇതിനു മുമ്പ് നമ്മുടെ നാട്ടില് ഒരു എയർ സസ്പെൻഷൻ ചെയ്ത ഒരു സിവിക് ഉണ്ടായിരുന്നു, ഒരു യെല്ലോ സിവിക്. എനിക്ക് തോന്നുന്നു കൊല്ലത്തുള്ള ഒട്ടുമിക്ക ആളുകൾക്കും പരിചിതമായിട്ടുള്ള ഒരു വണ്ടിയായിരുന്നു. ആ വണ്ടി പുള്ളിയുടെയാണ്. ഇപ്പോഴും ആ വണ്ടി ഉണ്ടല്ലോ. കാര്യം ഒരു 2 വർഷം മുമ്പ് നമ്മളൊരു എക്സ്പോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പെരുമൺ കോളേജിലെ ഒരു എക്സ്പോയ്ക്ക് ആ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വണ്ടി എക്സ്പോയ്ക്കൊന്നും പോയിട്ടില്ല എന്ന് തോന്നുന്നല്ലേ? എനിക്ക് പോയിട്ടുണ്ട്, പക്ഷെ കുറവായിരുന്നു. അതിലിപ്പം വലിയായിട്ട് ഇപ്പം കുറെ MBD പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ട് ഇപ്പം കുറച്ച് സീൻസ് ഒക്കെ ആയതുകൊണ്ട് വണ്ടി കൂടുതൽ ഇപ്പം പുറത്ത് ഇറക്കാറില്ല. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ എയർ സസ്പെൻഷൻ ഫ്ലൈ ഡോർ ഒക്കെ ചെയ്തിട്ടുള്ള സിവിക് ആയിരുന്നു അല്ലേ? അത് കൂടാതെ വേറെ ഏതൊക്കെ വാഹനങ്ങളുണ്ട്? അത് കൂടാതെ ഒരു ഓപ്പൺ വില്ലീസ് ഇരിപ്പുണ്ട്. ഓപ്പൺ വില്ലീസ് എനിക്ക് നമ്മുടെ ആ ഒരു മമ്മൂട്ടിയുടെ ഒരു മാസ്റ്റർ പീസ് പടത്തിനകത്ത് വില്ലന്മാര് വരുന്ന അത് പഞ്ചാബിൽ നിന്ന് എടുത്ത വണ്ടിയാണ്. അപ്പൊ അത് 2 വണ്ടി. പിന്നെ ഒരു സെൻ കാർബൺ ബ്ലാക്ക് ലിമിറ്റഡ് എഡിഷൻ ഒരു ബ്ലാക്ക്. ഈ വണ്ടിയൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. പിന്നെ ഒരു ബെൻസ് E250 ഉണ്ട്. ഒരു ബെൻസിന്റെ E250 ഉണ്ട്. പിന്നെ ഡസ്റ്ററും നോർമൽ ഡസ്റ്റർ
നോർമൽ യൂസിന് വേണ്ടിയിട്ട് ഒരു ഡസ്റ്റർ ഉണ്ട്, പിന്നെ ZX10R ഉണ്ട് കവാസാക്കിയുടെ. ZX10R ഉണ്ട്. അതൊക്കെ റീസെന്റ് വാങ്ങിയതാണല്ലേ? അല്ലല്ല, ZX10R ഞാൻ മേടിച്ചിട്ട് ഇപ്പോൾ 1 വർഷം കൂടുതൽ. 1 വർഷം, അതായത് ഒരു 2 വർഷത്തിനുള്ളിൽ വാങ്ങിയതല്ലേ 10Rഉം നമ്മുടെ ഈ ഡ്യുക്കാറ്റി? അതിന് മുമ്പ് വേറെ സൂപ്പർ ബൈക്ക് ഉണ്ടായിരുന്നു, അത് കൊടുത്തിട്ട് അപ്ഗ്രേഡ് ചെയ്ത് മേടിച്ചത്. എനിക്ക് തോന്നുന്നു ഒരു C900 ഉണ്ടായിരുന്നു, അത് കൊടുത്തിട്ട് അതെ 10R എടുത്തു. ഓക്കെ. അപ്പോ ഈ ഇട ഞാൻ കേട്ട ഒരു കഥയാണ്, ഒരു ഹയബൂസ വാങ്ങിയിട്ടുണ്ട്. അതെ അതെ അതെ, ഹയബൂസ വാങ്ങിയിട്ടുണ്ട്. ഞാനപ്പോ വേറൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഇതെല്ലാം കൂടെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു? അതൊരു ചോദ്യമാ. അത് മെയിൻറ്റെയിൻസ് പണ്ടോടെ വണ്ടിയുടെ ക്രേസ് ആയതുകൊണ്ട് നമുക്ക് പിന്നെ അതൊന്നും നോക്കാറില്ല. എല്ലാ വണ്ടികളും ഒരേ സമയം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ഒരു വലിയൊരു ചടങ്ങാണ് അല്ലെ? അതെ അതെ അതെ. അപ്പൊ ഈ വണ്ടികളൊക്കെ സ്ഥിരമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഉപയോഗിക്കും? എല്ലാം വീക്ക്ലി അങ്ങനെ എല്ലാം പല പല വണ്ടി മാറി മാറി ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കപ്പോ ഈ വണ്ടിയുടെ കാര്യത്തിലേക്ക് വരാം. അപ്പോ ഒരു 10R യൂസ് ചെയ്ത ഒരാള് ഒരു ക്രൂസർ ബൈക്ക് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വന്നത്? ഇത് ക്രൂസർ ആയിട്ട് കൂട്ടാൻ പറ്റത്തില്ല, ഇത് സൂപ്പർ ബൈക്ക് ആയിട്ട് കൂട്ടാം, ക്രൂസർ ആയിട്ട് കൂട്ടാം. ഞാൻ വീഡിയോ തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, ക്രൂസർ എന്നുള്ളതിൽ കൂടുതൽ നമുക്കൊരു സൂപ്പർ ബൈക്ക് ആയിട്ട് 2 കാറ്റഗറി ആയിട്ട് ഈ ഡുക്കാറ്റി ഡിയാവൾ ഇറങ്ങിയിരിക്കുന്നത് കമ്പനിയിൽ നിന്ന്. ഓക്കെ. അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു നോർമൽ ഒരു ബൈക്ക് ഉപയോഗിക്കുന്ന പോലെ നമുക്കൊരു സൂപ്പർ ബൈക്ക് കൊണ്ടു നടക്കാൻ പറ്റില്ല. ഇപ്പോൾ 10R യൂസ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ഒരു കാരണവശാലും നമുക്ക് ഡ്യുക്കാറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ഡ്യുക്കാറ്റി വാങ്ങുന്ന ഒരാൾ, ഇനി ഒരാൾ എന്നെങ്കിലും നമ്മുടെ ഒരു വീഡിയോ കാണുന്ന ഒരാൾ ഒരു ഡ്യുക്കാറ്റി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ? നോർമലി ബൈക്കിനെ കാട്ടി ഇപ്പം കവാസാക്കി ആയാലും ബാക്കി ഇങ്ങനെ കുറച്ച് കമ്പനികളുണ്ട്, അതിനായിട്ട് ഡുക്കാറ്റിക്ക് മെയിൻ്റെനൻസ് കൂടുതലല്ല, വേറെ ഒന്നുമില്ല, സ്പെയർസിന് റേറ്റ് കൂടുതലല്ല, സ്പെയറിന്. പക്ഷെ വണ്ടി അത്രയും ക്വാളിറ്റി, നല്ല ക്വാളിറ്റി. ഓക്കെ. അപ്പോൾ എൻ്റെ അടുത്ത ഒരു ചോദ്യം, നമ്മൾ ഈ ഒരു വണ്ടി എനിക്ക് തോന്നുന്നു കൊല്ലത്ത് ഇതിപ്പോ വളരെ റയർ ആയിട്ടേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മുടെ യൂനസ് കോളേജിന്റെ ഓണർ ആയിട്ടുള്ള പുള്ളിയുടെ ഒരു എക്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നീട് നമ്മുടെ കൊല്ലത്ത് 1-2 ഒക്കെ ഉണ്ട്, ഞാൻ കേട്ടാ കൊടുത്തോന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇപ്പം നിലവിൽ എനിക്ക് തോന്നുന്നു ഇതേ ഉള്ളു, ചിലപ്പോൾ കാണുമായിരിക്കും. ഞാൻ കൊല്ലത്ത് വേറെ ഞാൻ കണ്ടിട്ടില്ല, പുള്ളിയുടെ കയ്യിലിരിക്കുന്ന എക്സ് ഡയറിലെ ഞാൻ കണ്ടിട്ടുള്ളായിരുന്നു. ഓക്കെ. അപ്പോൾ ഈ വണ്ടിയുമായിട്ട് നമ്മൾ റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു ആൾക്കാരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ്? കാര്യം ഞാനത് ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രദീപേട്ടൻ ഇവിടുന്ന് വന്ന സമയത്ത് അവിടെ കുറെ പിള്ളേർ സെറ്റ് വണ്ടിയെ പറ്റി എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത കുറെ ആൾക്കാർ നിന്നിട്ട് 300 മോഡിഫൈ ചെയ്തയാണെന്ന് വരെ പറയുകയുണ്ടായി. അപ്പോ ഇത്തരം ഒരു അനുഭവം, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഡ്യുക്കാറ്റി ഡയവലുമായിട്ട് പോകുന്ന സമയത്ത് ആൾക്കാരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ്? ഈ വണ്ടി കുറവാണ്ട് ചിലവർക്ക് അറിയത്തില്ല ഇത് ഏത് വണ്ടിയാ, ഏത് കമ്പനിയുടെ വണ്ടിയാന്ന് അറിയത്തില്ല. അവർ വണ്ടി സ്ലോ ചെയ്തിട്ട് പലവട്ടം പോകുന്ന സമയത്ത് കൈയഞ്ച് വണ്ടി നിർത്തിയിട്ടുണ്ട്, ഇങ്ങനെ കൈയഞ്ച് സ്റ്റോപ്പ് ചെയ്ത് അവർ വണ്ടിക്ക് നോക്കണം. കുറെ പേർക്ക് ഭയങ്കര ക്രൈസ് ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു കൂടുതലും ഈ കോളേജ് സ്റ്റുഡൻസ്, കുട്ടികള്, കോളേജ് സ്റ്റുഡൻസ്, പിള്ളേർ, ഇപ്പോഴത്തെ കുറെ ജനറേഷൻ പിള്ളേർ സെറ്റ് ഒക്കെ ഉണ്ട്, അവർക്കൊക്കെ ഭയങ്കര ക്രൈസ് ആണ് ഈ ഒരു വണ്ടി കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ. അപ്പോ എന്തുകൊണ്ടാണ് ഈ ഒരു ബൈക്ക് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത്? ആക്ച്വലി ബൈക്ക് ഞാൻ 2016 ഞാൻ ഫസ്റ്റ് ഡുക്കാറ്റി ഡിയാവൾ ഞാൻ അവിടെ എടുത്തായിരുന്നു, പൂനെയാണ് എടുത്തത്, ഷോറൂമിന് എടുത്തത്, ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയായിരുന്നു. അപ്പൊ ആ വണ്ടി എടുത്ത് അത് എന്റെ പേരിൽ വണ്ടി ആക്കാൻ വേണ്ടി കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ ക്ലിയർ ആക്കാൻ വേണ്ടി ഞാനത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഇവിടെ, പുള്ളിയെ ഏൽപ്പിച്ചായിരുന്നു. അപ്പം പുള്ളി അത് ഞാൻ തിരിച്ച് നാട്ടിൽ വന്ന് ഇവിടെ ജാക്കറ്റ് ഓടിച്ചുകൊണ്ടുവരാണ്. അപ്പം നാട്ടിൽ വന്ന് ഹെൽമെറ്റ് ജാക്കറ്റായിട്ട് കൊണ്ടുപോയിട്ട് ആ പുള്ളിക്കാരൻ ഒരു ആക്സിഡന്റ് ആയി, വണ്ടി ഇങ്ങനെ ടോട്ടൽ ലോസ്റ്റ് ആയി പോയി. ഞാൻ ജസ്റ്റ് വണ്ടി കണ്ടിട്ടേ ഉള്ളൂ, പക്ഷെ ഞാൻ ഇതുവരെ ഓട്ടിച്ചിട്ടില്ല. നമ്മൾ വാങ്ങി ഫുൾ പേയ്മെന്റ് കൊടുത്ത് വാങ്ങിയ വണ്ടിയാണ്, പക്ഷെ ഞാൻ ഇതുവരെ ഓടിച്ചു നോക്കിയില്ല. അപ്പൊ പേപ്പേഴ്സിന്റെ ഒക്കെ ക്ലിയർ ഇതാക്കാൻ വേണ്ടി ഞാൻ നാട്ടിൽ വന്നപ്പോൾ വണ്ടി ടോട്ടൽ ലോസ്റ്റ് ആയി. അങ്ങനെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അന്ന് മുതലേ ഉള്ള നമ്മുടെ ഒരു ആഗ്രഹമുണ്ട്. അങ്ങനെ ഞാൻ ഇപ്പോഴാ പിന്നെ ഡിയാവൽ എടുത്തത്. ഓക്കെ. ഈ ഒരു വണ്ടി നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു വലിയൊരു ഭീകര സാധനമാണ്. ഇതിന് ഇപ്പോ ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിന്റെ ബാക്ക് ടയർ നിങ്ങൾക്ക് ഇപ്പൊ കാണുമ്പോൾ മനസ്സിലാവും, ഇതിന്റെ ഈ ബാക്ക് ടയർ എന്റെ കാറിന്റെ ടയറിനെക്കാട്ടും വലുതാണ്. ഇത്രയും വലിയൊരു സാധനം ഏകദേശം ഒരു 1198 cc ആണ് ഈ വണ്ടി എന്ന് പറയുന്നത്. ഇത്രയും CC കൂടിയ ഇത്രയും വലിയ ടയർ സൈസ്, എഞ്ചിന്റെ വെയിറ്റ്, ഇത്രയും വരുന്ന ഒരു സാധനം വലിച്ചുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതിന് മൈലേജ് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സൂപ്പർ ബൈക്ക് എടുക്കുന്ന ഒരാളോട് മൈലേജിനെ പറ്റി ചോദിക്കാൻ പാടില്ല എന്നാണ്. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. കറന്റ് എത്ര മൈലേജ് കിട്ടുന്നുണ്ട്? മൈലേജിന് ആക്ച്വലി കുറവാണ്. ഇന്നത്തെ 10R ബാക്കിയുള്ള ബൈക്കിനെക്കാട്ടി മൈലേജ് കുറവായിരുന്നു. ഇതിന് മൈലേജ് 9-10 മൈലേജ് വരുന്നത്, മാക്സിമം വരുന്നത്. ഇപ്പൊ ഞാൻ ഗുജറാത്തിൽ നിന്ന് ഓടിച്ച് കണ്ടിന്യൂസ് റൈഡാണ് ഓടിച്ചുകൊണ്ട് വന്നത്. ഇപ്പം ഞാൻ ആ സമയം നോക്കിയപ്പോൾ എനിക്ക് മൈലേജ് 10-11 വരെ കിട്ടിയിട്ടുണ്ട്. ടൗൺ യൂസിന് ഇത് മൈലേജ് 8-9 ഉള്ളൂ. 8-9. ടൗൺ യൂസിന് ഈ വണ്ടി ഭയങ്കര ഹീറ്റാവും.
ഹീറ്റ് ആവും എഞ്ചിൻ ഹീറ്റ് ആവും. സൈഡ്. മീൻസ് എഞ്ചിൻ 1200 cc ആയതുകൊണ്ട് ഡുക്കാറ്റിൽ ഏറ്റവും കൂടുതൽ ഹീറ്റ് ആവുന്ന വെച്ച വണ്ടി ഡുക്കാറ്റിയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോർമൽ ട്രാഫിക്കിനകത്ത് നല്ല രീതിയിൽ ഹീറ്റ് ആവും, ടെമ്പറേച്ചർ ഒക്കെ ആവും. ലോങ് ഒക്കെ പോകാൻ ഏറ്റവും ബെസ്റ്റ് വണ്ടിയാണ്. എനിക്ക് തോന്നുന്നത് അതിന്റെ ഒരു എൽറ്റിൻ എഞ്ചിൻ യാ വരുന്നു. അതുപോലെ തന്നെ ഇത്രയും വലിയ എഞ്ചിനാണ്, ഇത്രയും സൈസ് വരുന്നു. അതുകൊണ്ടൊക്കെ നോർമലി നമുക്കറിയാലോ നമ്മുടെ നാട്ടിൽ ഒരു ട്രാഫിക്കിനകത്ത് ഒരു സാധാരണ ബൈക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ അതിന്റെ എഞ്ചിൻ ഹീറ്റ് ആവുന്നത്. അപ്പോൾ ഇത്രയും CC കൂടിയ ഒരു സാധനം കൊണ്ടു നടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ വലിയൊരു ചടങ്ങാണ്. അപ്പം എൻ്റെ അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഈ ഒരു വണ്ടി ഒരാളിപ്പോൾ നമുക്ക് എടുത്ത വില അറിയാം, ആ വില ഞാൻ ചോദിക്കുന്നില്ല. കാര്യം എന്തായാലും നല്ലൊരു വിലക്കാണ് ഈ വണ്ടി എടുത്തിരിക്കുന്നതെന്ന് എനിക്കും അറിയാം, വീഡിയോ കാണുന്നവർക്കും അറിയാം. ഈ ഒരു വണ്ടി കൊടുക്കുന്നുണ്ടോ? ഈ വണ്ടി കൊടുക്കുന്നുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസം ഉപയോഗിച്ചിട്ട് ഞാൻ കൊടുക്കും, അപ്ഗ്രേഡ് ചെയ്യും, പിന്നെ വേറെ മാറ്റി മാറ്റി ഉപയോഗിക്കും. ഈ വണ്ടി എനിക്ക് അത്ര ഇത് കാർബൺ എഡിഷൻ വണ്ടിയാണ്. ഡിയാവൽ കുറെ മോഡലുണ്ട്. എനിക്ക് ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിയാവൽ ഈ ഒരു മോഡൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അത് പിന്നെ ഫുൾ കാർബൺ ഫൈബർ എഡിഷനാണ്. ഇതാണ്ട് പിന്നെ ഞാൻ ഇത് ചൂസ് ചെയ്തത്. എനിക്ക് കുറെ ഡിയാവൽ വില കുറഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നല്ല ആക്സിഡന്റ് ഹിസ്റ്ററിയും പിന്നെ കുറെ റഫ്യൂസ് ഒക്കെ. ഇതപ്പോൾ നല്ല നീറ്റ് ജെന്യൂൻ വണ്ടിയായിരുന്നു. അതിന് സിംഗിൾ ഓണർ ഡയറക്റ്റ് ഓണർ തന്നെ എടുത്ത വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി ഇനിയിപ്പോ എന്തായാലും ഒരു വർഷം കഴിയാതെ കൊടുക്കില്ല. അപ്പോൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഭാവിയിൽ വരാൻ പോകുന്ന വണ്ടി ഏതായിരിക്കും? എനിക്കിപ്പോ ഇതില് ഇത്ര ഇഷ്ടമുള്ള വണ്ടിയിൽ എനിക്ക് H2 H2 നമ്മുടെ കൊല്ലത്തെ നിരത്തിൽ ഉടനെ തന്നെ നമുക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്ന് നോക്കാം. ഇനി കമ്പനി വല്ല അപ്ഗ്രേഡ് ചെയ്ത് വേറെ നല്ല വല്ല ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് എടുക്കുമായിരിക്കും. ഇതുവരെയുള്ള ഇപ്പൊ H2 എനിക്ക് കൂടുതൽ താല്പര്യം. H2 ആണ്. കാര്യം അതിനപ്പുറം വേറൊരു വണ്ടിയില്ല. ഈ സൂപ്പർ ബൈക്കിന്റെ ആയാലും ക്രൂസർ ബൈക്കിന്റെ ആയാലും എല്ലാത്തിന്റെയും അവസാനത്തെ വാക്കെന്ന് പറയുന്നത് H2 ആണ്. H2ലേക്ക് ഉടനെ എത്തും. അപ്പൊ എല്ലാ ഭാഗങ്ങളും നേരുന്നു. എല്ലാ കാര്യങ്ങളും നടക്കട്ടെ. ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ട് റൈഡ് ചെയ്യുക. അപ്പോ ഈ വീഡിയോ കാണുന്നവർക്ക് ചേട്ടന്റെ നമ്പർ കൊടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? കാര്യം എന്തെങ്കിലും ഒരു വണ്ടിയെ പറ്റി അറിയാനോ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോ ഇതായിരുന്നു നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഓണർ. പുള്ളിയുടെ സത്യസന്ധമായിട്ടുള്ള റിവ്യൂ. കാര്യം വന്നപ്പോഴേ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. കാര്യം പുള്ളി വണ്ടി 6 മാസമായിട്ടുള്ളൂ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എൻ്റെ സിവിക്കിനെ പറ്റിയോ അല്ലെങ്കിൽ ടെണ്ണാറിനെ പറ്റിയോ അല്ലെങ്കിൽ വേറെ ഏത് വണ്ടി, എൻ്റെ ജീപ്പിനെ പറ്റിയോ എന്ത് വേണമെങ്കിലും ചോദിച്ചു. പക്ഷെ ഞാനിത് യൂസ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഒരു 1 ഇയർ എങ്കിലും യൂസ് ചെയ്യാതെ നമുക്കൊരു യൂസർ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റില്ല. കാര്യം വണ്ടി യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. ഒന്നാമത്തെ കാര്യം നമ്മുടെ റോഡിൻ്റെത്, രണ്ടാമത്തെ കാര്യം പുള്ളിയുടെ ബിസിനസ് പരമായിട്ട് പുള്ളി നാട്ടിൽ വളരെ കുറച്ചേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ കറൻ്റ്ലി ടെണ്ണാറുണ്ട്, ഹയബൂസ ഉണ്ട്, ഈ വാഹനങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ നമുക്ക് യൂസർ എക്സ്പീരിയൻസ് വരും കാലത്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഉടനെ ആ ഒരു വീഡിയോസും കൂടി വരുന്നതായിരിക്കും. ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഈ ഒരു വാഹനത്തിന്റെ, ഈ ഒരു ഭീകര വാഹനത്തിന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വാഹനത്തിന്റെ, പുതിയൊരു ഉടമയുടെ ഒരു പുതിയ യൂസർ എക്സ്പീരിയൻസ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും